ഹായ് ഹലോ ഓൾ. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹാർമണി ഓഫ് മാർവൽസ് എന്ന യൂണിറ്റിലെ എ റോബോട്ട് വിത്ത് വൈറസ് എന്ന ലെസണാണ് പഠിക്കാൻ പോകുന്നത്. എഴുതിയ ആളാരാണ്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എന്ന ആളാണ് ഇതിൻ്റെ ഓഥർ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. ഈ റോബോട്ട്സിനെയൊക്കെ നോക്കുക. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? റോബോട്ട്സിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന കോമൺ ടാസ്കുകൾ എന്തൊക്കെയാണ്? റോബോട്ടിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്യാൻ പറ്റും? വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? വീട്ടിലെ പണികൾ ലൈക്ക് ഫ്ലോർ ക്ലീനിങ്, ഫ്ലോർ ക്ലീൻ ചെയ്യും. കിച്ചണിൽ ചിലപ്പം സഹായിക്കും. പിന്നെ തുണിയെല്ലാം മടക്കി വെക്കും. എന്തെങ്കിലും സാധനങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പെറുക്കിയെടുത്ത് വെക്കും. ഈവൻ പെയിൻറ്റിങ് പോലുള്ള വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും. ആരെങ്കിലുമൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ CCTV പോലെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? യന്തിരൻ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ മൂവീസിലൊക്കെ ഇതൊക്കെ റോബോട്ടിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് റോബോട്ടിന് ചെയ്യാൻ പറ്റുന്നത് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോറസ്? വീട്ടു ജോലികളെല്ലാം ചെയ്യുന്ന റോബോട്ട്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? യെസ്, ദർ ആർ സെവറൽ റോബോട്ട്സ് എന്ന് പറയാം അല്ലേ? സെവറൽ റോബോട്ട്സ്. നിങ്ങൾ ഇപ്പം ഇമേജിൽ കാണുന്ന പോലെയുള്ള ഈ റോബോട്ടുകളുണ്ട് അല്ലേ? ഐ റോബോട്ട്, സാംസങ്ങിൻ്റെ പവർ ബോട്ട് ഉണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യും നമ്മളുടെ വീടെല്ലാം. വാക്യൂം ക്ലീനറാണ് നമ്മളുടെ വീടെല്ലാം, ഫ്ലോറും കാർപ്പറ്റുമെല്ലാം ക്ലീൻ ചെയ്യും. പൊടിയെല്ലാം അടിച്ചെടുക്കും. ഈവൻ തുടയ്ക്കാൻ പറ്റും, മോപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? ഇഫ് യു ഗെറ്റ് ദ സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? ഒരു റോബോട്ടിൻ്റെ സഹായം നിങ്ങളുടെ വീട്ടിൽ കിട്ടുകയാണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെയും കൊണ്ട് ചെയ്യിപ്പിക്കുക? എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും? ഹൗസ് ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ? ക്ലീനിങ് ദ ഫ്ലോർസ് ആൻഡ് കാർപ്പറ്റ്സും ഫ്ലോർസും എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. അസിസ്റ്റിംഗ് വിത്ത് ലോണ്ട്രി ആൻഡ് ഫോൾഡിങ് ക്ലോത്ത്സ്. അപ്പോൾ അലക്കാനുള്ള തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുക. അലക്കി ഉണങ്ങിയ തുണിയെല്ലാം എന്ത് ചെയ്യുക? ഫോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റോബോട്ടിനെ ഏൽപ്പിക്കാൻ പറ്റും. പ്രിപ്പയറിങ് സിമ്പിൾ മീൽസ് ആൻഡ് സ്നാക്സ്. ചെറിയ മീൽസും സ്നാക്സും ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പ്രൊവൈഡിങ് കമ്പാനിയൻഷിപ്പ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ ഒറ്റയ്ക്ക് ലോൺലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? റോബോട്ടിനെ കൂട്ടി ഒരു കളിക്കാനൊക്കെ പറ്റും. ഒരു കമ്പാനിയൻഷിപ്പ് തരും അല്ലേ? എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് മിണ്ടിയും പറഞ്ഞു ഇരിക്കുക അല്ലേ? റോബോട്ടിനോട് എന്ത് ചോദിച്ചാലും അത് ആൻസർ തരും. ഹെൽപ്പിംഗ് വിത്ത് പെറ്റ് കെയർ ആൻഡ് ഫീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫുഡ് കൊണ്ട് കൊടുക്കാനും അതിനെ കെയർ ചെയ്യാനും അതിനെ ഒന്ന് നോക്കാനും അല്ലെങ്കിൽ അതിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ ഈ റോബോട്ടിനെ കൊണ്ട് സാധിക്കും. അസിസ്റ്റിംഗ് വിത്ത് യാർഡ് വർക്ക് ആൻഡ് ഗാർഡനിങ്. ഇപ്പോൾ മുറ്റത്ത് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ, പുല്ല് പറിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കാം. ഗാർഡനിൽ വെള്ളം നനയ്ക്കാം, ചെടികൾക്കെല്ലാം വെള്ളം നനച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള പണികളെല്ലാം നമുക്ക് ഈ റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഡിവൈസസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്തൊക്കെയായിരിക്കാം കോമൺലി യൂസ് ചെയ്യുക ഒരു വീട്ടിൽ? സ്മാർട്ട് ഫോൺസ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഇല്ലാത്ത ഒരു വീടും തന്നെ ഇല്ല. ആൻഡ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവാം. ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും. സ്മാർട്ട് TVs ഉണ്ട് അല്ലേ? ഗെയിമിംഗ് ഡിവൈസസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എഴുതി വയ്ക്കാം. ലെറ്റ്സ് റീഡ് ദി സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. ഒരു ബോയിയുടെയും റോബോട്ടിൻ്റെയും കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരാണ് എ റോബോട്ട് വിത്ത് എ വൈറസ്, റിട്ടൺ ബൈ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. അദ്ദേഹമാണ് ഈ സ്റ്റോറി എഴുതിയത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. സണ്ണി മോർണിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉള്ള ഒരു പ്രഭാതം, നല്ല തെളിച്ചമുള്ള ഒരു പ്രഭാതം. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവിലൂടെ ഇങ്ങനെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ സൺലൈറ്റ്, അതായത് അത്രയ്ക്കും തെളിച്ചമുള്ള ഒരു ദിവസമായിരുന്നു. നല്ല വെയിലൊക്കെയുള്ള ഒരു ദിവസം. സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നുമായിരുന്നു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അപ്പോൾ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ വീടിൻ്റെ വീടിൻ്റെ മേൽക്കൂരകളിലൊക്കെ ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറുകയാണ്. അപ്പോൾ അതായത് തിളങ്ങാണ്. ഹൗസ് ടോപ്സൊക്കെ സൂര്യൻ്റെ പ്രകാശം കാരണം തിളങ്ങുകയാണ്. The air was crisp and refreshing.
എയറൊക്കെ എങ്ങനെയാണ് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ല ഫ്രഷ് മൈൻഡോട് കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു എയർ കണ്ടീഷനാണ് അവിടെ ഉള്ളത്. ദ സൺ ബീംസ് ബീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. സൺ ബീംസ്, സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ റിക്കിയുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ്. നമ്മളുടെ കഥാപാത്രം ആരാണ്? റിക്കിയാണ് അല്ലേ. റിക്കിയുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ്. പീപ്പ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക. സൺബീം സൂര്യൻ്റെ രശ്മികൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സൂര്യൻ ഉദിച്ചിട്ടും ഇതുവരെ റിക്കി എഴുന്നേറ്റിട്ടില്ല. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവൻ്റെ പ്രായം എത്രയാണ്? 11 വയസ്സാണ് അല്ലേ. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. റിക്കി താമസിച്ചിരുന്നത് നല്ല ലവ്ലി ആയിട്ടുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു വീട്ടിലായിരുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് എന്ന് പറഞ്ഞാൽ ഭാവിയിലെ വീട് എന്ന് പറയാം. അതായത് സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഉള്ള ഒരു വീട്. സ്മാർട്ട് ഫോൺ, സ്മാർട്ട് TV, ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ റോബോട്ട്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള ഒരു വീട്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുന്ന ഒരു വീട്. ബട്ട് ഹി വാസ് സോൾവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. സോൾവൻലി എന്ന് പറഞ്ഞാൽ ലേസി അല്ലേ, അലസത. ബട്ട് ഹി വാസ് സോൾവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അവൻ്റെ ശീലങ്ങളൊന്നും അത്ര അടുക്കും ചിട്ടയോടും കൂടിയുള്ളതല്ലായിരുന്നു. ഹി വാസ് വെരി ലേസി. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. അപ്പോൾ അലസതയുള്ള ആൾക്കാർ ഒന്നും അടുക്കിപ്പെറുക്കിയൊന്നും വെക്കുകയില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അവൻ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ സാധനങ്ങളും ചെതറിക്കിടക്കുന്നത്. അപ്പോൾ അതൊന്നും അടുക്കിപ്പെറുക്കി ഒതുക്കിയൊന്നും വെച്ചിരുന്നില്ല. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് ഇവൻ്റേതായ ബിലോങ്ങിങ്സ്, ഇവൻ്റേതായ സാധനങ്ങൾ അമ്മയാണ് കളക്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നത്. ഹിസ് മദർ, ഹൂ വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. അപ്പോൾ രാവിലെ തന്നെ അവൻ്റെ അമ്മ ബാങ്കിലേക്ക് പോകും. ബാങ്കിലെ മാനേജറാണ് അമ്മ. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അപ്പോൾ റിക്കിക്ക് വേണ്ടിയും ഒരുപാട് ജോലി ഈ അമ്മ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ അമ്മ പറയുന്ന ഡയലോഗ്സ് ആണ് ഇവിടെയൊക്കെ ഉള്ളത്. എന്നും രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യും. പക്ഷേ റിക്കി എന്ത് ചെയ്യും? റിക്കി ഒന്നും ചെയ്യല. അപ്പോൾ ഈ വർക്കൊക്കെ ആരാണ് ചെയ്യേണ്ടത്? അമ്മ ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരികയാണ്. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദി സ്റ്റഡി റൂം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താ? സ്റ്റഡി റൂമിലേക്ക് ബാഗ് കൊണ്ടുവയ്ക്കുക, സ്കൂൾ ബാഗ് എന്ന് പറയും. പക്ഷെ റിക്കി ചെയ്യുമോ? ഇല്ല. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കിനോട് പറയാണ് വാഷിംഗ് മെഷീനിലേക്ക് അലക്കാനുള്ള ക്ലോത്ത്സ് എല്ലാം കൊണ്ടിട്. ബട്ട് റിക്കി പ്ലേ ചെയ്യും അല്ലേ, പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. റിക്കി നെവർ മൈൻഡ് ദാറ്റ്. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ടിഫിൻ ബോക്സ് എല്ലാം കഴുകി വെക്കണം അല്ലേ. അതൊന്നും റിക്കി ചെയ്യല. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ടീഷർട്ടും ട്രൗസേഴ്സും എല്ലാം അയൺ ചെയ്ത് വെക്കാൻ പറയും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. അപ്പം റിക്കി ഇതൊന്നും ചെയ്യില്ല. റിക്കിനോട് ഇതെല്ലാം അമ്മ പറയും, പക്ഷേ റിക്കി ഇതൊന്നും ചെയ്യാതെ അവൻ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡ്യൂട്ടീസൊക്കെ ആരാണ് ചെയ്യേണ്ടി വരിക? അമ്മയ്ക്കാണ് ഈ ഡ്യൂട്ടീസൊക്കെ കിട്ടുന്നത്. റിക്കി ഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. അപ്പം വീട്ടിലെ ഒരു കാര്യത്തിനും റിക്കിയുടെ ഹെൽപ്പ് കിട്ടിയിരുന്നില്ല. റിക്കി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദി ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട്. അപ്പം റിക്കി ഒരു ദിവസം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം എന്താണ്? പാരൻസ് അവരെന്ത് ചെയ്തു? ഒരു ലേറ്റസ്റ്റ് മോഡലായ ഒരു റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്ത് തരം റോബോട്ടാണത്? ബട്ട്ലർ റോബോട്ടാണ്. ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്, അതായത് ക്ലീനിങ്, കുക്കിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചെയ്യുന്ന റോബോട്ടാണ് ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ എന്നുള്ള അർത്ഥം തന്നെ ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആൾ എന്നുള്ള അർത്ഥമാണ്. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അപ്പോൾ ഇത് വന്ന ഉടനെ തന്നെ ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, ഇത് എത്തിച്ചേർന്ന അപ്പം തന്നെ ഓഫ് ഇറ്റ് വെൻറ്റ്, അത് പോയിട്ട് എന്ത് ചെയ്തു? കുക്കിംഗ് ചെയ്തു, ക്ലീനിങ് ചെയ്തു, ഡ്രസ്സെല്ലാം അയൺ ചെയ്തു വെച്ചു. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്തായിരുന്നു ഈ റോബോട്ട് ചെയ്ത? റിക്കിയുടെ ക്ലോത്ത്സ് എല്ലാം ഫ്ലോറിൽ നിന്ന് പിക്കപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി, ഇമ്പോർട്ടൻറ്റ് വർക്ക് ആ റോബോട്ട് ചെയ്തത്.
On the first day, when he went to sleep, his bedroom was in disastrous state as usual. But when he woke up the next morning, everything was perfectly clean and tidy. അപ്പം ആദ്യത്തെ ദിവസം അവൻ റൂമിലേക്ക് ഉറങ്ങാനായിട്ട് പോയപ്പം ഹിസ് ബെഡ്റൂം വാസ് എ ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. അപ്പോൾ സാധാരണ പോലെ തന്നെ ഭയങ്കര ഡിസാസ്ട്രസ് സ്റ്റേറ്റിലായിരുന്നു, അതായത് ഭയങ്കര ദുരന്തമായിരുന്നു അവൻ്റെ ബെഡ്റൂം. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, രാവിലെ എഴുന്നേറ്റപ്പം എന്താ സംഭവം? എവ്രിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം ഭയങ്കര ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പം റിക്കിക്കാകെ അത്ഭുതമായി. അപ്പം ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ അവൻ പറയാണ്, എന്ത് ഭംഗിയിലും നീറ്റിലുമാണ് എൻ്റെ റൂം ഇരിക്കുന്നത്. ഹി എക്സ്ക്ലെയിംഡ്, അവനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡിൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്. എന്നിരുന്നാലും ഈ ക്ലീനിങ് ഒക്കെ ഓക്കെയാണ്, കറക്റ്റാണ്, പക്ഷെ ഭയങ്കരമായിട്ടും ക്ലീൻ ചെയ്തു. കാരണം എന്താ? റിക്കിയുടെ ഫേവറേറ്റ് ടീഷർട്ട് കാണാൻ പറ്റിയില്ല. അത് അവിടെ എവിടെയോ കിടക്കുമായിരുന്നു അല്ലേ, ഫ്ലോറിൽ എവിടെയോ. അപ്പോൾ ആ ടീഷർട്ട് കാണാതെ പോയി, മിസ്സിങ് ആയി. നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. പിന്നെ എന്താ കാണാതെ പോയത്? ഫുട്ബോളും കാണുന്നില്ല. മാ, വേർ ഈസ് മൈ ടീഷർട്ട്, വേർ ഈസ് മൈ ബോൾ, ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. നമ്മളുടെ എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഉടനെ അമ്മയോടാണ് ചോദിക്കുക, അമ്മ എവിടെ എൻ്റെ ടീഷർട്ട്, അമ്മ എൻ്റെ ബോൾ എവിടെ എന്നൊക്കെ റിക്കിയും ചോദിച്ചു നടക്കുകയാണ്. ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക. ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അവൻ്റെ അമ്മയെ ശല്യപ്പെടുത്തി. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. എല്ലായിടത്തും നോക്കി, മുകളിലും താഴെയും എല്ലാ റൂമിൻ്റെ കോർണറിലും എല്ലായിടത്തും നോക്കി. ബട്ട് he couldn't find his things even after he had searched. അപ്പം അത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവൻ്റെ ഈ സാധനങ്ങളൊന്നും കണ്ടുപിടിക്കാനായില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്. അവനോട് തന്നെ ചോദിച്ചു, വേർ കുഡ് ദേ ഹാവ് ഗോൺ, അതൊക്കെ എവിടെ പോയിട്ടുണ്ടാവും എന്ന് അവനോട് തന്നെ ചോദിക്കുകയാണ്. However, much he searched during the day, അവൻ ദിവസം മുഴുവനും അവൻ്റെ സാധനങ്ങൾ അന്വേഷിച്ച് നടന്നെങ്കിലും those two items did not reappear. ആ 2 ഐറ്റംസ് കണ്ടില്ല, റീഅപ്പിയർ ചെയ്തില്ല. അപ്പിയർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുക, റീഅപ്പിയർ വീണ്ടും പ്രത്യക്ഷപ്പെടുക അല്ലെ, വീണ്ടും കാണാൻ കിട്ടിയില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു. അപ്പോൾ പിന്നെയും ഇതുപോലെ മറ്റു സാധനങ്ങളും ഇതുപോലെ തന്നെ കാണാതാവുകയായിരുന്നു ചെയ്തത്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പോൾ റിക്കി ഇങ്ങനെ സംശയത്തോടെ, സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയത്തോടെ, ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ടിനെ നോക്കി. ഗ്ലീമിംഗ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന അല്ലേ, നല്ല മെറ്റൽ കൊണ്ട് തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ടിനെ ഇങ്ങനെ ഒന്ന് നോക്കി, സംശയത്തോടെ നോക്കുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്, ഹി തോട്ട്. അപ്പോൾ അവനിങ്ങനെ വിചാരിക്കുകയാണ്, ഇത് ഇവൻ്റെ പണി തന്നെയാണ് എന്നുള്ള ചിന്തയോടെ അവനിങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് സംശയത്തോടെ റോബോട്ടിനെ നോക്കുവാണ്. He hatched a plan to spy on the robot. റിക്കി ഒരു പദ്ധതി തയ്യാറാക്കി. ഹാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി തയ്യാറാക്കുക. ടു സ്പൈ ഓൺ ദ റോബോട്ട്. സ്പൈ എന്ന് പറഞ്ഞാൽ ചാരപ്രവൃത്തി അല്ലെ, സ്പൈ വർക്ക്സ് ചെയ്യില്ലേ. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അപ്പോൾ റോബോട്ട് എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ ഈ റിക്കിയും പുറകെ ചെന്നു. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അപ്പം തെളിവോടുകൂടി തന്നെ ഈ റോബോട്ടിനെ റിക്കിക്ക് കിട്ടി. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ വിത്ത് തെളിവ് അല്ലെ, തെളിവോടുകൂടി. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അപ്പോൾ എന്തായിരുന്നു തെളിവ്? റോബോട്ട് റിക്കിയുടെ ഒരു ക്ലോത്ത് ഇങ്ങനെ പിക്കിംഗ് അപ്പ് ചെയ്യുമായിരുന്നു, എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിതൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി മെല്ലെ മിണ്ടാതെ റോബോട്ട് പോകുന്ന പുറകെ ഇങ്ങനെ മെല്ലെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ പോയി. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അപ്പം റിക്കി ഇങ്ങനെ നോക്കിയപ്പോൾ റിക്കിക്ക് ആകെ സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്താ, റോബോട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് അവൻ്റെ ടീഷർട്ട്. എന്നിട്ടോ എവിടെയാണ്? പൈൽ ഓഫ് ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് തുണിയുടെ മേലേക്ക് അവൻ ഈ ടീഷർട്ട് മടക്കി ഇങ്ങനെ വെക്കുകയാണ് സ്റ്റോർ റൂമിൽ. എവിടെയാണ്? സ്റ്റോർ റൂമിലാണ് ഈ റോബോട്ട് ഈ തുണികളെല്ലാം മടക്കി വെക്കുന്നത്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. അപ്പം
ഇത് കണ്ട ഉടനെ റിക്കി എന്ത് ചെയ്തു? പാരൻസിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി, അത് തെറ്റാണ്, ഇത് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഇത് ശരിയല്ല. ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്, അവൻ എൻ്റെ തിങ്സ് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ ടു സ്റ്റീൽ സംതിങ്, മോഷ്ടിക്കുക. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ഇപ്പോൾ റിക്കി പറയാണ്, ഇവർ ഈ റോബോട്ടിനെ ഉണ്ടാക്കിയ ആൾക്കാർ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്, അത് ശരിയായിട്ടില്ല. ലെറ്റ് സെൻഡ് ഹിം ഓഫ്, നമുക്കിവനെ തിരിച്ചയക്കാം എന്ന് റിക്കി പറയാണ്. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞത്? ആബ്സല്യൂട്ട്ലി നോട്ട്. ഷുക്ക് ഹിസ് ഹെഡ്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അപ്പോൾ ഇല്ല, തീർച്ചയായും ഇല്ല, ഇവനെ തിരിച്ചയക്കുന്ന കാര്യമേ ഇല്ല. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അപ്പോൾ ഈ അച്ഛന് ഈ കാര്യങ്ങളൊക്കെ അറിയാം, പ്രോഗ്രാം ചെയ്യുന്നതും ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് ഇവൻ്റെ അച്ഛൻ, റിക്കിയുടെ അച്ഛൻ. സോ ഇറ്റ് ഈസ് റിട്ടൺ ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. റോബോട്ടിക്സിൽ എക്സ്പേർട്ടായ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് തെറ്റാണോ അല്ലയോ, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ഫോൾട്ടി ആയിട്ടാണോ അല്ലെങ്കിൽ ബാഡ് ആയിട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ റിക്കിയുടെ അച്ഛൻ അറിയാം. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. അപ്പം റിക്കിയുടെ അച്ഛൻ ഭയങ്കരമായിട്ടും ഡിലൈറ്റഡായി, ഭയങ്കര സന്തോഷവും നല്ല ഇഷ്ടമായിരുന്നു ഈ റോബോട്ടിനെ. കാരണം എന്ന് വെച്ചാൽ അവനെല്ലാവർക്കും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. ഒരു സ്വപ്നം സഫലമായ പോലെയായിരുന്നു അദ്ദേഹത്തിന് ഈ റോബോട്ട് വീട്ടിലെത്തിയപ്പോൾ. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. സ്റ്റബേൺ എന്ന് പറഞ്ഞാൽ വാശി, ശാഠ്യം. ഐ വോണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. അപ്പം റിക്കിക്ക് നല്ല വാശിയായി. റിക്കി പറഞ്ഞു, എനിക്ക് ഇവനിൽ നിന്നും രക്ഷ നേടണം, അതായത് എനിക്ക് ഇവനെ വേണ്ട, ഇവനെ തിരിച്ചയക്കണം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അപ്പോൾ അവിടെ നല്ല ചൂട് പിടിച്ചൊരു ആർഗ്യുമെൻറ്റ് നടക്കുവാണ് റിക്കിയുടെയും ഫാദറിൻ്റെയും ഇടയിൽ, അല്ലേ? റിക്കി പറയും, എനിക്ക് ഈ റോബോട്ടിനെ ഇഷ്ടപ്പെട്ടില്ല, റോബോട്ടിനെ തിരിച്ച് സെൻഡ് ചെയ്യണം എന്ന് പറയണം. ഫാദർ ആണെങ്കിലും ഫാദർ ഈസ് ഹാപ്പി വിത്ത് ദാറ്റ് റോബോട്ട്, അല്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി റോബോട്ടിനെ, ഫാദറിനെ, കാരണം എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്താണ്? റോബോട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ഡിവൈസാണ്, നല്ലൊരു ഉപകരണമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നതെന്ന് നീ ഒന്ന് നോക്കിക്കേ എന്ന് പറയുകയാണ്. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ റിക്കി പറയണേ, എനിക്കറിയില്ല, ഞാനങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല വണ്ടർഫുൾ തിങ്സ് ആണിത് ചെയ്യുന്നത് എന്നൊന്നും. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം, ഒരുപാട് ഉപദ്രവമാണത്. ഗുഡ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അത് ഒരുപാട് ഉപദ്രവം ചെയ്യുന്നുണ്ട്. ഹാം എന്ന് പറഞ്ഞാൽ ഉപദ്രവം. അപ്പോൾ ഫാദർ പറയാണ്, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. അച്ഛൻ പറയാണ്, നീ തെറ്റായിട്ടാണ് റിക്കി വിചാരിച്ചിരിക്കുന്നത്, കാര്യങ്ങളെല്ലാം നിനക്കൊന്നും മനസ്സിലാവില്ല, എങ്ങനെയാണ് റോബോട്ട് വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല. റിക്കി പറയാണ്, ഐ കാൺ എഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളോട് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം. റോബോട്ട് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമായി മാറും ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അത് കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് മാറും എന്ന് റിക്കി പറയാണ്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. അപ്പോൾ റിക്കിക്ക് ആകെ പറയാനുള്ള കംപ്ലയിൻറ്റ്സ് എന്താണ്? ഈ റോബോട്ട് റിക്കിയുടെ സാധനങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, എല്ലാം ഒളിപ്പിച്ച് വെക്കുകയാണ്. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്, അല്ലേ? റിക്കിയുടെ മെയിൻ കംപ്ലയിൻറ്റ് അതാണ്. ദാറ്റ് ഔട്ട്വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. റോബോട്ട് എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ കൂടിയും റിക്കി എപ്പോഴും പറയുന്ന ഈ ഹൈഡ് ചെയ്യുവാണ്, സ്റ്റീൽ ചെയ്യുവാണ്, ഒളിപ്പിച്ചു വെക്കുകയാണ്, മോഷ്ടിക്കുവാണ് എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് അതായിരുന്നു മുന്നിട്ട് നിന്നത്. അങ്ങനെയാണല്ലോ, നമ്മൾ എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നെഗറ്റീവ് കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളുടെ ഇമേജിനെ ബാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ റോബോട്ടിൻ്റെ ഇമേജിനെയും അതവിടെ ബാധിച്ചു. The robot was whirring past, heard the boys' complaints. Whirring എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, റോബോട്ടൊക്കെ ഇങ്ങനെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്നത്, ഒരു ഭ്രമണം, അല്ലേ? കറക്കുന്നത്. heard the boys' complaints. ബോയുടെ റിക്കിയുടെ കംപ്ലയിൻസ് എല്ലാം കേട്ടു. The robot returned with a pair of Ricky's shoes and some of his clothes. അവൻ്റെ കുറച്ച് ക്ലോത്ത്സും ഒരു പെയർ ഓഫ് ഷൂസും, ഒരു ജോഡി ഷൂസുമായിട്ട് റോബോട്ട് തിരിച്ചു വന്നു. Here sir, I did not know it was bothering you, said the butler in his metallic voice.
റോബോട്ട് പറയാണ്, സർ ഇതാ താങ്കളുടെ സാധനങ്ങൾ, എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങളെ ഇത് വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. അപ്പോൾ ബട്ട്ലർ റോബോട്ട് എന്താ പറഞ്ഞത്? മെറ്റാലിക് വോയിസിൽ പറഞ്ഞു. മെറ്റാലിക് വോയിസ് എന്ന് പറഞ്ഞാൽ റോബോട്ടിൻ്റെയൊക്കെ ആ ഒരു വോയിസ്. അതിൽ പറഞ്ഞു, ഇത് ഇത്രയും വലിയ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഇത് നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു എന്നോ എനിക്കറിയത്തില്ലായിരുന്നു. നോട്ട് യു തീഫ്. അപ്പോൾ റിക്കിക്ക് നല്ല ദേഷ്യം വന്നിട്ട് റിക്കി ചോദിക്കുകയാണ്, നിനക്ക് എന്താ അറിയില്ലാതിരുന്നത്? കള്ളൻ എന്നൊക്കെ വിളിച്ചു അല്ലേ റോബോട്ടിനെ. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. അപ്പോൾ നിക്കിങ് മൈ സ്റ്റഫ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊത്തി വലിക്കുക. നിക്കിങ് എന്ന് പറഞ്ഞാൽ കൊത്തി വലിക്കുക അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുക എന്നുള്ള അർത്ഥം. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. ആഴ്ചകളോളം നിങ്ങൾ എൻ്റെ സാധനങ്ങൾ, റോബോട്ടിനോട് പറയണം, നീ എൻ്റെ സാധനങ്ങളെല്ലാം കൊത്തി വലിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. അപ്പോൾ റോബോട്ട് പറയാണ്, ഞാൻ നിൻ്റെ സാധനങ്ങളെല്ലാം ഫ്ലോറിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് കണ്ടു, ചെതറി കിടക്കുന്നത് കണ്ടു. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. അപ്പം ഞാൻ വിചാരിച്ചു നിനക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചു. ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. അപ്പം എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, എന്തിനാണ്? ടു കളക്ട് ഓൾ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളക്ട് ചെയ്യാനാണ് എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അപ്പോൾ രാത്രിയിൽ ഞാനത് മറ്റു പ്ലേസസിലേക്ക്, മറ്റു സ്ഥലങ്ങളിലുള്ള ആൾക്കാരിലേക്ക് എത്തിക്കും, അവർക്കത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഐ എം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാൻ നല്ല കാര്യക്ഷമതയുള്ള ഒരു മെഷീനാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കഴിവുള്ള, കാര്യക്ഷമതയുള്ള. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. നീ അതിനെക്കുറിച്ച് ബോധവാനല്ലേ എന്ന് ചോദിക്കുകയാണ് റോബോട്ട്. ദ റോബോട്ട് സെഡ് വിത്ത് എ സർട്ടൺ പ്രൈഡ്. കുറച്ചൊന്ന് അഹങ്കാരത്തോടു കൂടി അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി റോബോട്ട് പറയുകയാണ്, ഞാൻ ഇത്രയും എഫിഷ്യൻസി ഉള്ള ഒരു മെഷീനാണെന്ന് നിനക്ക് ബോധമില്ലേ, നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് റിക്കിനോട്. റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് ആകെ നാണക്കേടായിപ്പോയി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വെർ യൂസ്ലെസ്. റിക്കി ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയിൽ നിന്നുള്ള ഒരാളായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ പാരൻസ് എല്ലാ സാധനങ്ങളും അവൻ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. സോ അവൻ ഒരു സാധനത്തിനും ഒരു വിലയും ഒരു മൂല്യവും കൽപ്പിച്ചിരുന്നില്ല. ഹി കെയർഡ് ഫോർ നത്തിങ്. അവൻ ഒരു വിലയും നൽകിയിരുന്നില്ല. എറ്റ് ദർ വെർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് who would have been delighted to have Ricky's things. അപ്പം ഈ വേൾഡിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ റിക്കിയുടെ സാധനങ്ങൾ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അവർക്കൊക്കെ അതൊക്കെ വലിയ കാര്യമാണ്. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. അപ്പോൾ അവനെ പോലെയല്ല, അവൻ്റെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും കെയർ ചെയ്ത് നല്ല കെയർ കൊടുത്തിട്ടാണ് അവർ അത് നോക്കിയിരുന്നത്. റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് ആകെ നാണക്കേടായിപ്പോയി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വെർ യൂസ്ലെസ്. റിക്കി ഒരു വെൽ സെറ്റിൽഡ് ഫാമിലിയിൽ നിന്നുള്ള ഒരാളായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ പാരൻസ് എല്ലാ സാധനങ്ങളും അവൻ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. സോ അവൻ ഒരു സാധനത്തിനും ഒരു വിലയും ഒരു മൂല്യവും കൽപ്പിച്ചിരുന്നില്ല. ഹി കെയർഡ് ഫോർ നത്തിങ്. അവൻ ഒരു വിലയും നൽകിയിരുന്നില്ല. എറ്റ് ദർ വെർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് who would have been delighted to have Ricky's things. അപ്പം ഈ വേൾഡിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ റിക്കിയുടെ സാധനങ്ങൾ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അവർക്കൊക്കെ അതൊക്കെ വലിയ കാര്യമാണ്. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. അപ്പോൾ അവനെ പോലെയല്ല, അവൻ്റെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും കെയർ ചെയ്ത് നല്ല കെയർ കൊടുത്തിട്ടാണ് അവർ അത് നോക്കിയിരുന്നത്. He realized that the robot was neither broken nor misprogrammed. അപ്പം റോബോട്ടിനെ ഒരിക്കലും മിസ്പ്രോഗ്രാം ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ റോബോട്ട് പൊട്ടിപ്പോയതോ ഒന്നുമല്ല എന്നുള്ള കാര്യം റിക്കിക്ക് മനസ്സിലായി. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. അപ്പം വേറെ ഒരു കാര്യവും കൂടി മനസ്സിലായി. എന്താണ്? ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. നല്ല രീതിയിലാണ് ഇതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നും മനസ്സിലായി. കാരണം എന്താ? റിക്കിയുടെ സാധനങ്ങളെല്ലാം പിക്ക് ചെയ്ത് റിക്കിക്ക് ആവശ്യമില്ല എന്നുള്ളത് റോബോട്ടിന് മനസ്സിലായി. അൺവാണ്ടഡ് തിങ്സ് ആണ് റോബോട്ട് പിക്ക് ചെയ്യുന്നത്. അതെല്ലാം പിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് റോബോട്ട്. അപ്പം എക്സ്ട്രീംലി വെല്ലായിട്ടാണ് റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്.
സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അപ്പം അന്ന് മുതൽ റിക്കി ഒരു കാര്യം തീരുമാനിച്ചു, ഞാനും നല്ല കാര്യക്ഷമതയുള്ള ഒരു ആൺകുട്ടിയായി, ഒരു ബോയ് ആയിട്ട് തന്നെ മാറും എന്ന് റിക്കി ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അപ്പം അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ കൃത്യമായി ചെയ്യാൻ തുടങ്ങി, അവൻ്റെ സാധനങ്ങളെല്ലാം ഒതുക്കി എടുത്തു വെക്കാൻ തുടങ്ങി. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിൻ ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവൻ എല്ലാ കാര്യങ്ങളും വൃത്തിക്കും മെനയ്ക്കും ഒക്കെ വെക്കാൻ തുടങ്ങി. ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിൻ ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട എന്നുള്ളത് റിക്കി ഡിസൈഡ് ചെയ്തു. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദി റോബോട്ട്സ് ബുക്ക്. ഇപ്പോൾ റോബോട്ടിൻ്റെ ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദി റോബോട്ട്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രേസാണ്. അതിൻ്റെ അർത്ഥം ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തി, നല്ല പ്രവൃത്തി കണ്ടിട്ട് അതിനെ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാണ്. അപ്പോൾ അവൻ പകർത്തിയ ആ കാര്യം എന്താണ്? വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അവൻ്റെ പോക്കറ്റ് മണി കൊണ്ട് അവൻ പീപ്പിളിനെ, ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു മോറൽ സ്റ്റോറിയാണ്. നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിലൂടെ ഓഥർ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണത്? നമ്മളുടെ ജീവിതത്തിലും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരിക്കണം. നമുക്ക് ഓഥറിനെ പരിചയപ്പെടാം. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. ഇദ്ദേഹം ജനിച്ചത് സ്പെയിനിലാണ്. ഇദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിരിക്കുന്നത് മാനേജ്മെൻറ്റിലാണ്. പക്ഷേ ഇദ്ദേഹത്തിന് എഡ്യൂക്കേഷനോടും റൈറ്റിങ്ങിനോടും എഴുതാനും ഒക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ വാല്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോറൽ സ്റ്റോറീസ് ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ എന്നാണ്. ദെൻ ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് റെഡ് മൂൺ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ഏതൊക്കെയാണ്? റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജും മെച്ചപ്പെടും. അപ്പോൾ ഈ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് വായിക്കാം. കുഞ്ഞു സ്റ്റോറീസാണ്. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. സിമ്പിൾ ആൻഡ് ഹംബിൾ ഇംഗ്ലീഷ് അല്ലേ, അതിലാണ് എഴുതിയിരിക്കുന്നത്. സോ റീഡ് ഇറ്റ് ആൻഡ് ഗ്രോ വെൽ. താങ്ക് യു.